എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എയർ ഫ്രയർ ഇംഗ്ലീഷ് ഡിന്നർ. ഐറ്റംസൊക്കെ വേണ്ടുന്ന വിധത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ 20 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. നമ്മുടെ ഫുഡ് റെഡി. ഇനി ഇച്ചിരി ഒന്ന് തണുത്ത് വരണം, എന്നാലേ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാനും പറ്റുള്ളൂ. പുറത്തേക്ക് അടിച്ച് വെക്കുകയാണ്. ഇക്കാലത്തെ ചെറുമക്കൾക്കും വലിയ മക്കൾക്കും എല്ലാവർക്കും ചോറും കറികളെക്കാളും ഇഷ്ടം ഇങ്ങനെയുള്ള ഫുഡുകളാണ്. ഇങ്ങനെയുള്ള ഫുഡാണെങ്കിൽ മൂക്കറ്റം കഴിക്കും, പ്ലേറ്റ് പെട്ടെന്ന് കലക്കി തരും ചെയ്യും. മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണിത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് കാണണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിൽ തന്നെ ഇതിന് വേണ്ടുന്ന വൈറ്റ് സോസാണ് ഞാൻ ചെയ്തത്. അത് 2 പീസ് ബട്ടർ വെച്ച് ഒരു 25 ഗ്രാം അങ്ങനെ ഉണ്ടാവും. അതൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ കോൺഫ്ലോറാണ് ചേർത്തത്. മൈദ വേണമെങ്കിൽ ചേർക്കാം, മൈദയും ചേർക്കാം. അങ്ങനെ ഒന്ന് ചെറുങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് മിൽക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഇളക്കിയിട്ട് നമ്മൾ പാകത്തിന് കുറുക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ അതിന് വൈറ്റ് സോസിന്. പിന്നെ കൂടിപ്പോകാതെ കുറച്ച് ഉപ്പ് ചേർക്കണം. പിന്നെ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ നല്ലോണം പൊടിച്ച് കൈകൊണ്ട് ഞെരടി ഇട്ടിട്ടുണ്ട്. അധികം കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ച് മിൽക്ക് ചേർത്ത് ലൂസാക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എയർ ഫ്രയർ ഡിന്നറാണ്. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. 2 പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് പിന്നീട് പൊടിച്ചെടുക്കും. പിന്നെ ഒരു 100 ഗ്രാം ചിക്കൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കഴുകി സ്ലൈസ് ചെയ്തതാണ്. 1 ടൊമാറ്റോ, പകുതി വീതം ഗ്രീനും റെഡും ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു ക്യാരറ്റ്. കോളിഫ്ലവർ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്, ഏതാണ്ട് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ അളവൊക്കെ നമുക്ക് കൂട്ടിയെടുക്കുക, നമുക്ക് എത്രത്തോളം വേണം നമ്മൾ തീരുമാനിച്ചാൽ മതി. പിന്നെ 2 ചപ്പാത്തി വേണം. ചപ്പാത്തി അല്ലെങ്കിൽ നമുക്ക് പത്ത് ഷീറ്റില്ലേ, അത് കിട്ടിയാലും മതി. ഞാൻ ചപ്പാത്തിയാണ് ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് ഒരു 2 പീസ് ബട്ടർ വേണം. കുറച്ച് 1 കപ്പ് മിൽക്ക് വേണം. അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ വേണ്ടതുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ കുറച്ച് മസാല സോസസ് വേണം, അതെല്ലാം ഞാൻ പിന്നീട് പറയാം. വെജിറ്റബിൾസിൻ്റെ കാര്യമായാലും ബ്രോക്കോളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നമ്മുടെ സവോള വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. സവോളയും ചേർക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾസ് ഇതിന് പറ്റുന്ന വെജിറ്റബിൾസ് ഏതാണ് നമുക്ക് തോന്നുന്നത്, ടേസ്റ്റിന് ഒക്കും തോന്നുന്നത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർക്കാൻ പറ്റും. അങ്ങനെ പലതും ഇതിൽ ചേർക്കാൻ പറ്റും. പിന്നെ ഇതിനെക്കൊണ്ട് 2 എഗ്ഗ് കോഴിമുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൽ മിക്സ് ചെയ്യേണ്ട സോസ് റെഡിയാക്കാണ്. അതിന് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും. നല്ല സ്ട്രോങ് ആയിരിക്കും. ചില്ലി സോസ് ആകുമ്പം ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചേർക്കുക, എരിവിന് വേണ്ടത്ര ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പുളി ആവശ്യത്തിനുണ്ടാവാം, ടൊമാറ്റോയിലും എല്ലാം നല്ല പുളി ഉണ്ടാവാം, ഉപ്പും സോയാ സോസിലുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ അറിയാം. ഇനി ഉപ്പിൻ്റെ ആവശ്യം വരില്ല, വെജിറ്റബിൾസിന് വേണ്ടുന്ന ഉപ്പ് ഇതിൽ കിട്ടും. ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ വെതറി കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. എല്ലാ സോസുകളും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സോക്സിൻ്റെ മിക്സ് തന്നെ കയ്യിൽ ഇത്തിരി ഒഴിച്ചിട്ട് നക്കി കഴിക്കാൻ എനിക്കൊരുപാട് ഇഷ്ടമാണ്. എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം സമ്മിശ്രമായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഈ സ്വീറ്റ് ആൻഡ് സോറായിട്ടുള്ള സാധനങ്ങൾ. നമ്മളെ ചൈനീസിൻ്റെ ഡിഷെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മറ്റൊരു ബൗളിലേക്ക് ആവശ്യത്തിന് സോസ് ഒഴിച്ച് അതിലേക്ക് ചിക്കനും നമ്മളെ കോളിഫ്ലവർ എല്ലാ വെജിറ്റബിൾസും ഒന്നായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലാണ് ഞാൻ പറഞ്ഞൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇതും ചേർക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ വൈറ്റ് സോസ്. ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടല്ലോ വൈറ്റ് സോസ്, അത് 2 ടേബിൾ സ്പൂൺ അതും കൂടി ചേർക്കേണ്ടത്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ട്രേയിലേക്ക് മാറ്റുന്നത്, എയർ ഫ്രയർ ട്രേയിൽ മാറ്റുന്നത്. വൈറ്റ് സോസ് ഞാൻ കട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അധികം വെള്ളം പാടില്ല. ലൂസായെങ്കിൽ അപ്പം വെള്ളം ഒഴുകി വരും. അപ്പോൾ അതിന് വേണ്ടി കട്ടിയിലാണ് ചെയ്തത്. ഇനി വേണമെങ്കിൽ നമുക്ക് ലൂസാക്കണമെങ്കിൽ കുറച്ച് മിൽക്ക് ചേർത്ത് ലൂസാക്കാം.
മിക്സിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ചിക്കനാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. ചിക്കൻ ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്ത പാടെ കോളിഫ്ലവറും ചേർത്ത് കൊടുത്തു. എയർ ഫ്രയർ ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. അത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടാനുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ബട്ടർ പേപ്പറിനെ കട്ട് ചെയ്തിട്ട് വിരിച്ചാൽ മതി. ഫസ്റ്റ് ഒരു ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഇല്ലെങ്കിൽ നമുക്ക് പപ്സ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഒന്ന് നനച്ചിട്ട് കൊടുത്താൽ മതി. ട്രേയിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ പപ്സ് ഷീറ്റോ വേണം നിർബന്ധമൊന്നുമില്ല. അടിയിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ നമ്മളെ ഈ മിക്സ് നിരത്തിയാൽ മതി. ചിക്കൻ വെജിറ്റബിൾസ് മിക്സിനൊപ്പം ഞാൻ ഒരു പിടി ചീസും വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇങ്ങനെ പിടിച്ച് വരും. ഈവണായിട്ട് അമർത്തി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി 170 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് സെലക്ട് ചെയ്യുക. അതിലൊരു 5 മിനിറ്റ് ആയ ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് വേറൊരു മിക്സ് സ്പ്രെഡ് ചെയ്യാനുണ്ട്. ഇനി അടുത്തതായി ലെയർ ചെയ്യേണ്ട മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 2 കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. സോസുകളും പൊട്ടറ്റോയും എഗ്ഗും ചില്ലി ഫ്ലേക്സും എല്ലാം അടങ്ങുന്ന ഒരു മിശ്രണമാണ് ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ എഗ്ഗിലോട്ട് അല്പം ഉപ്പ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നേരത്തെ ബാക്കി വെച്ച കുറച്ച് സോസ് ഉണ്ട് മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എയർ ഫ്രയറിൽ ചിക്കനും വെജിറ്റബിൾസും റെഡിയായി വരുന്നുണ്ട്. അപ്പോഴേക്കും ഇനി ലെയർ ചെയ്യേണ്ട ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇനി പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കുക. വേവിച്ച് കൈകൊണ്ട് പൊടിച്ചെടുത്ത് 2 പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേ ഇതിൽ 2 എഗ്ഗ്, വേവിച്ച പൊട്ടറ്റോ, പിന്നെ ചില്ലി ഫ്ലേക്സ്, പാകത്തിന് ഉപ്പ്. പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് എടുക്കേണ്ടതൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് കുറച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചീസ് വിതറി കൊടുക്കണം. ഇനി ഒരു ചപ്പാത്തി കൂടി ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മേലെ എഗ് മിക്സ് നിരത്തി കൊടുക്കുക. എഗ്, പൊട്ടറ്റോ, പിന്നെ സോസ് എല്ലാം ഉണ്ട് ഇതിൽ. ഇതൊക്കെ നല്ല ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും എയർ ഫ്രയറിലേക്ക് മാറ്റുക. 10 മിനിറ്റ്സ് കൂടി സെലക്ട് ചെയ്യുക. അതിലൊരു 5-6 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്നുകൂടി ഓഫ് ചെയ്തിട്ട് നമ്മൾ വലിച്ചെടുത്ത് അതിലൊരു ലെയറും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇനി അധികം വേവുള്ള സാധനങ്ങളൊന്നുമില്ല. അതൊന്ന് ലെയർ ചെയ്തിട്ട് 3-4 മിനിറ്റേ ആവശ്യമുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് കൂടി വേണ്ടി വരും. നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും അത് വേവാനുള്ള സമയം കൊടുക്കണം. ഇതിനൊരു 6 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട്. പൊട്ടറ്റോ എഗ് മിക്സ് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ലാസ്റ്റ് ലെയർ ചെയ്യാൻ പോവുകയാണ്. അടുത്ത ലെയർ വൈറ്റ് സോസ്, കുറച്ച് ചീസ്, കുറച്ച് ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ലെയർ ചെയ്യുന്നത്.
നമ്മൾ കുറച്ച് മെല്ലനെ ചെയ്യണം, സോഫ്റ്റ് ടച്ചായിരിക്കണം, അല്ലെങ്കിൽ അടിയിലത്തെ എഗ്ഗിൻ്റെ പാളി ഇങ്ങ് പറഞ്ഞു പോരും. അതുകൊണ്ട് മെല്ലനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഈവണായിട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. സ്പ്രെഡ് ചെയ്ത് സ്ലോലി ചെയ്യും. ലാസ്റ്റ് ലെയറിന് അധികം സമയം വേണ്ട, ഒരു 3-4 മിനിറ്റേ വേണ്ടുള്ളൂ. എല്ലാം വെന്ത ഐറ്റംസും പിന്നെ ചീസൊന്ന് മെൽട്ടായി വരണം, അത്രയേ ഉള്ളൂ. ആദ്യം ലെയർ ചെയ്ത വെജിറ്റബിൾസിൽ നമ്മൾക്ക് ക്യാപ്സിക്കം, ടൊമാറ്റോ ഇതെല്ലാം കൂടി അതിൻ്റെ ചെറിയ കുറച്ച് പീസുകൾ മാറ്റി വെച്ചതുകൊണ്ടാണ് ഇപ്പം ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ ചീസും ലാസ്റ്റ് ലെയർ ചീസ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. ശേഷം നമ്മൾ എയർ ഫ്രൈയിലേക്ക് മാറ്റുക. ഒരു 4 മിനിറ്റ് കൂടി, അപ്പം 10 മിനിറ്റ്സ് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ജോലിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഇത് ഒന്നുകൂടെ എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ്. ഒരു 4 മിനിറ്റും കൂടി ഉണ്ട് ബാലൻസ്. അപ്പോൾ അതും കൂടി ആയാൽ നമ്മൾ ഫുഡ് റെഡി. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അസുഖങ്ങളിപ്പം ഷുഗർ, കൊളസ്ട്രോൾ, ഇതെല്ലാമുള്ളവർക്ക് അത്ര വലിയ ഹെൽത്തി അല്ലെങ്കിലും മറ്റുള്ളവർക്ക്, കുട്ടികൾക്കാണ് ശരി വലിയവർക്കാണ് ശരി, നല്ല ഹെൽത്തി ഡിന്നറാണിത്. സൂപ്പർ ടേസ്റ്റി ഇംഗ്ലീഷ് ഡിന്നർ റെഡി. ഇനി എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇത്തിരി തണുത്ത് വരണം. എന്ന ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര മിനിമൈസ് ചെയ്യാൻ നോക്കിയിട്ടും ലെങ്തി വീഡിയോ ആയിപ്പോയി, സോറി. ഇത്രയെങ്കിലും വിശദമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടില്ല. നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഡിന്നർ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടിയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.